ഹായ് ഓൾ, ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടുള്ള എയിംസ് ഓർ ഗോൾസ് ഓഫ് കൗൺസിലിംഗ് എന്നുള്ള ഭാഗത്തോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ ഷാഫി കടത്തിങ്ങൽ. നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തെല്ലാം എയിംസാണ് കൗൺസിലിങ്ങിലുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞിരിക്കേണ്ട, എഴുതിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് ഇതിൽ കാണാനും സാധിക്കും, ആൻസർ ചെയ്യാനും സാധിക്കും. ഓക്കെ, പാഠത്തിലേക്ക് പോകാം. ഒന്ന്, എയിംസ് ഓർ ഗോൾസ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ബിഹേവിയറൽ ചേഞ്ച്. ദ ഫസ്റ്റ് പോയിൻറ്റ് ബിഹേവിയറൽ ചേഞ്ച്. എന്താണ് ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പുറമേ കാണിക്കുന്ന ദ ഓവർട്ട് ആക്ഷൻസിനാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയില്ലേ, ബിഹേവിയർ എന്ന് പറയാം. ആ ഒരു ബിഹേവിയറിന് നമുക്കൊരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിനെന്ത് പറയാം? ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയാം. മാറ്റം. എങ്ങനത്തെ ബിഹേവിയർ? അപ്പോൾ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരാളുടെ ബിഹേവിയർ പോസിറ്റീവായി മാറ്റുന്ന ഒരു ലക്ഷ്യം എന്തിനുണ്ട്? കൗൺസിലിങ്ങിനുണ്ട് അല്ലേ? ടു എഫക്റ്റ് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഇൻ വൺ ഓഫ് ദി മേജർ ഗോൾ അല്ലേ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്, ഒരു ഗോളാണ് ആളുടെ സ്വഭാവം മാറ്റുക എന്നുള്ളത്. ഏരിയാസ് ഓഫ് ചേഞ്ചസ് ആർ റിലേഷൻ വിത്ത് അതേഴ്സ്. ഇതിപ്പോൾ ഏതൊക്കെ ഏരിയയിലാണ് ചേഞ്ച് ഉണ്ടാവുക? ഏതെല്ലാം ഏരിയയിലാണ് ചേഞ്ച് ഉണ്ടാവേണ്ടത്? ഒന്ന്, റിലേഷൻ വിത്ത് അതേഴ്സ്, ബാക്കിയുള്ളവരുമായി ബന്ധത്തിലായിരിക്കും ചിലപ്പോൾ മാറ്റം ഉണ്ടാവേണ്ടത്. ചിലപ്പോൾ കുട്ടിയും അമ്മയും തമ്മിലുള്ള ഭയങ്കര ഇഷ്യൂ നടക്കുകയാണ്, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഇഷ്യൂ നടക്കണം. അപ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് ഉള്ളൊരു വിഷയമായിരിക്കും. ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കും. അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ്. ഇപ്പോൾ SLC നന്നാക്കി പഠിച്ചിരുന്നൊരു കുട്ടിയാണ്, ആ കുട്ടിക്ക് പെട്ടെന്ന് പഠനവുമായിട്ട് ഭയങ്കര മടുപ്പ് വന്നു, അപ്പോൾ അത് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ജോബ് എക്സ്പീരിയൻസസ് ബേസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്ത് നെഗറ്റീവ് സ്വഭാവമാണോ ആ സ്വഭാവത്തിന് മാറ്റം വരുത്താനുള്ള ഓപ്ഷനാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിഹേവിയറൽ ചേഞ്ച്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ പോയിൻ്റ് നമ്മൾ പറയുന്നത് എൻഹാൻസിങ് കോപ്പിംഗ് സ്കിൽ. ഇവിടെ കോപ്പിംഗ് എന്ന് പറയുന്നൊരു വാചകമുണ്ട്. കോപ്പിംഗ് എന്താണ്? ഈ കോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിച്ചത്? കോപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു സിറ്റുവേഷനുമായിട്ട്, അടുത്ത വരി വായിച്ചാൽ മനസ്സിലാവും, ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു കോപ്പ് അപ്പ് വിത്ത് ന്യൂ സിറ്റുവേഷൻസ് ആൻഡ് ന്യൂ ഡിമാൻഡ്സ് ഓഫ് ലൈഫ് അല്ലേ? അതിന് എക്സാമ്പിളും കൂടി പറയുന്നുണ്ട്. ടു അഡ്ജസ്റ്റ് വിത്ത് ചേഞ്ചസ് ഡ്യൂ ടു ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്. നമുക്ക് ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിനെ പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയണം. അതാണ് ഒന്നാമത്തെ വരി. ടു ഹെൽപ്പ്, വീണ്ടും പറയുകയാണ്, ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു കോപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, ഓവർകം ചെയ്യുക വിത്ത് ന്യൂ സിറ്റുവേഷൻ, പുതിയ സാഹചര്യങ്ങൾ. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്ക് കൊണ്ടുപോയി കുട്ടിയെ ചേർത്തി. അപ്പോൾ ആ കുട്ടിക്ക് ആ സ്കൂൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണ്ടേ, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണ്ടേ, കോപ്പി ചെയ്യാൻ കഴിയണം. അതാണ്. അതേപോലെ സിറ്റുവേഷൻ, ന്യൂ ഡിമാൻഡ്സ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ നമുക്ക് മറികടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് എൻഹാൻസിങ് കോപ്പിംഗ് സ്കില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടിംഗ് ഡിസിഷൻ മേക്കിംഗ്. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്ന സമയത്ത് നമുക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വന്നേക്കാം. വിശദീകരണം കൊടുത്തിട്ടുണ്ടോ? എനേബിൾ ദ ഇൻഡിവിജ്വൽ ടു മേക്ക് ക്രിട്ടിക്കൽ ഡിസിഷൻസ്, അല്ലെങ്കിൽ എനേബിൾ ദ ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതാണ് ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് മിക്ക ആളുകളിലും ഒരു പേടിയൊക്കെ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ എക്സസീവായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ നമുക്കൊരാളെ സഹായം വേണ്ടി വരും. ഇനി ഒരു വാക്ക് ഇതിൽ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ദ കൗൺസിലേഴ്സ് ഡിസിഷൻ. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഇതൊരു കൗൺസിലർ എടുക്കുന്ന തീരുമാനമല്ല. ഇറ്റ് ഈസ് ദ ക്ലൈൻറ്റ്. ആരുടെ തീരുമാനമാണ്? ക്ലൈൻറ്റിൻ്റെ തീരുമാനമാണ്. അതാണ് പ്രത്യേകം. ഇറ്റ് ഈസ് ദ ക്ലൈൻറ്റ്സ്, വരുന്ന ക്ലൈൻറ്റിൻ്റെ തീരുമാനമാണ്. ഹി മസ്റ്റ് നോ വൈ ആൻഡ് ഹൗ ഡിസിഷൻ വെർ മെയ്ഡ്. അപ്പോൾ തീരുമാനം എടുക്കുന്നത് ക്ലൈൻ്റ് ആണെങ്കിൽ പോലും നമ്മൾ പറയേണ്ടത് എന്താ? എനിക്ക് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്, വൈ ആൻഡ് ഹൗ, അത് അയാളെ ബോധിപ്പിക്കുക. എന്നിട്ട് അയാളെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കുക. അല്ലാതെ കൗൺസിലർ തീരുമാനങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇനി അടുത്ത നാലാമത്തെ പോയിൻ്റ് നിങ്ങൾ നോക്കുക കേട്ടോ. ദെൻ അനദർ പോയിൻ്റ് ഓഫ് ഗോൾസ് ഓഫ് ദി കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം. അനദർ പോയിൻ്റ് ഇംപ്രൂവിങ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ വളർത്ത് ഉഷാറാക്കുക അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ
counselors work with the client to help them improve the quality of their relationship. Improve the quality. എന്ത് ഇമ്പ്രൂവ് ചെയ്യണം? ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളുടെ ആയങ്ങൾ കൂട്ടാൻ അവരെ സഹായിക്കണം. റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കണം. ടു മേക്ക് ദം മോർ എഫക്റ്റീവ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ടു മേക്ക് ദം അവരാക്കി തീർക്കുക മോർ എഫക്റ്റീവ്, വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ അവരിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇൻ്റർപേഴ്സൺ എന്ന് പറഞ്ഞാൽ പരസ്പരം, റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ കേട്ടോ. ഇനി അടുത്ത പോയിന്റിലേക്ക് എടുക്കാം. അടുത്തത് ഫെസിലിറ്റേറ്റിംഗ് ദ ക്ലൈൻറ്റ് പൊട്ടൻഷ്യൽ. ഒറ്റ വാക്ക് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ അവനക്കൊരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അവൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ കഴിവിന് നമ്മൾ എന്ത് ചെയ്യുക? അതൊന്ന് ഉഷാറാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ. അപ്പോൾ ടു ഇംപ്രൂവ് ദ ക്ലൈൻറ്റ്സ്, ടു ഇംപ്രൂവ് വർദ്ധിപ്പിക്കുക ദ ക്ലൈൻറ്റിൻ്റെ പേഴ്സണൽ എഫക്റ്റീവ്നെസ്, അവൻ്റെ സ്വയം എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കുക. ഓക്കെ, പേഴ്സണൽ എഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കുക. ഓക്കെ. ഇനിയോ, ആൻ എഫക്റ്റീവ് പേഴ്സൺ ഈസ് ഏബിൾ ടു കമ്മിറ്റ്, ഒരു നല്ല എഫക്റ്റീവായ പേഴ്സണിന് ഏബിൾ ടു കമ്മിറ്റ് ഹിംസെൽഫ് ടു പ്രോജക്റ്റ്, വില്ലിംഗ് ടു ടേക്ക് അപ്രോപ്രിയേറ്റ് റിസ്ക് ആൻഡ് ഏബിൾ ടു കൺട്രോൾ ഇമ്പൾസസ്. അങ്ങനെ നല്ല കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് അയാൾ എല്ലാവിധ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും അയാളുടെ ഇമ്പൾസസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ, അയാളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ അയാൾക്ക് സാധിക്കും. അപ്പോൾ അതിനൊക്കെ അയാളെ ഉഷാറാക്കി എടുത്ത് കൊണ്ടുപോകുക എന്നർത്ഥം. ഉഷാറാക്കി കൊടുക്കുക. ചില ആളുകൾ ഈ സാറേ എനിക്ക് തീരെ കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഉഷാറാക്കി കൊടുക്കാം. ദെൻ ഇൻസൈറ്റ്. ചില വിഷയങ്ങൾ നമുക്കൊരു ഐഡിയ തന്നെ കിട്ടില്ല, എനിക്ക് എന്താ സംഭവിക്കുന്നത് പിടുത്തമില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ. നോക്കൂ, ദ അക്വിസിഷൻ ഓഫ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷണൽ ഡിഫിക്കൽട്ടീസ്. അല്ലേ? അക്വിസിഷൻ നേടിയെടുക്കുന്നത് ഓഫ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇമോഷൻ ഡിഫിക്കൽട്ട്. എൻ്റെ അക്വിസിഷൻ ഞാൻ നേടിയെടുക്കട്ടോ, ഒരു അണ്ടർസ്റ്റാൻഡിങ് നേടിയെടുക്കുക. എന്തിനുമായി ബന്ധപ്പെട്ടിട്ട്? ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇമോഷണൽ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ഈ ഇമോഷണൽ ഡിഫിക്കൽട്ടീസ്, ഇതിൻ്റെ ഈ പ്രോബ്ലംസ് എങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ അത് ഐഡിയ കിട്ടുക, കാരണം കണ്ടെത്തുക. അല്ലേ? ലീഡിങ് ടു ഇൻക്രീസ്ഡ് കപ്പാസിറ്റി ടു ടേക്ക് റേഷണൽ കൺട്രോൾ ഓവർ ഫീലിംഗ്. റേഷണൽ കൺട്രോൾ ഓവർ ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യുക്തിക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക, അതിന് ഒരു ആക്ഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു 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 ബോധം, നമ്മുടെ വിഷയത്തിൽ പ്രോബ്ലത്തിൽ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കും. ഇതിൽ ഫ്രൂഡ് എന്നൊക്കെ എഴുതിയല്ലേ, അത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പേരാട്ടോ. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പേരാണ്. ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സൈക്കോ അനാലിസിസിൽ ഇഡ് ഷാൾ ഈഗോ ബി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇഡ് ആണോ ഈഗോ ആണോ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്? ഇഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലഷർ പ്രിൻസിപ്പിൾ, സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ, അല്ല നമ്മൾ കാര്യഗൗരവത്തോട് കൂടിയിട്ടാണോ നമ്മൾ ചിന്തിക്കുന്നത് എന്നതിൽ കാര്യഗൗരവത്തോട് ചിന്തിക്കുകയാണെങ്കിൽ ഈഗോ എന്ന് പറയുന്നൊരു സംഭവമായിരിക്കും അവിടെ വർക്കൗട്ട് ചെയ്യുക. ഇത് നമ്മൾ സാധാരണ പറയുന്ന ഈഗോ അല്ല, ഇത് സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കുക, റിലേഷൻ വിത്ത് അതേഴ്സ്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം. ഓക്കെ. becoming better able to form and maintain meaningful and satisfying relationship with other people. For example, within the family or workspace. നമ്മുടെ ഫാമിലീൻ്റെ ഉള്ളിലുള്ള ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ഫാമിലിൻ്റെ പുറത്തുള്ള ആളുകളുടെ ബന്ധം ഉഷാറാക്കി എടുക്കാനൊക്കെ ഇത് നമ്മളെ സഹായിക്കും. എട്ടാമത്തെ പോയിന്റ്, സെൽഫ് അവെയർനെസ്, സ്വയം ഒരു ബോധമുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് കൗൺസിലിംഗ് നമ്മളെ സഹായിക്കും. ബിക്കമിങ് മോർ അവെയർ ഓഫ് തോട്ട്സ്, ബിക്കമിങ് ആയിത്തീരുക, മോർ അവെയർ, കൂടുതൽ അവെയർ ആവുക, ബോധം ഉണ്ടാവുക, ഓഫ് തോട്ട്സ്, നമ്മുടെ ചിന്തകളെ, ആൻഡ് ഫീലിങ്സ്, നമ്മുടെ ഫീലിങ്സുകളെ, ദാറ്റ് ഹാഡ് ബീൻ ബ്ലോക്ക്ഡ് ഓഫ്, നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ബ്ലോക്കായി കിടക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. നേരത്തെ നമ്മൾ ഇൻസൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്. ഡിനൈഡ് അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ സംഭവമായിരിക്കും. ഓർ ഡെവലപ്പിംഗ് എ മോർ അക്യുറേറ്റ് സെൻസ് ഓഫ് ഹൗ സെൽഫ് ഈസ് പെർസീവ്ഡ് ബൈ അതേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ ബാക്കിയുള്ളവർ എന്താ എൻ്റെ ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് കാണുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്നെ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നെങ്കിലും ഞാൻ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി ഏതിനുണ്ട്? കൗൺസിലിങ്ങിനുണ്ട്. ദെൻ 9ാമത്തെ പോയിൻ്റ് പറയുന്നത് സെൽഫ് അക്സെപ്റ്റൻസ്. സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡെവലപ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് സെൽഫ്,
നമുക്ക് നമ്മളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. പല കുട്ടികളിലും കാണാൻ സാധിക്കും അവരെ തന്നെ ഇഷ്ടമില്ലാത്തൊരു കണ്ടീഷൻ. അത് ഭയങ്കരമായിട്ടുള്ള പല പ്രോബ്ലംസിലേക്ക് കൊണ്ടുപോകും. നോക്കി നിങ്ങൾ, ദി ഡെവലപ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് സെൽഫ്. ഞാൻ എന്നെക്കുറിച്ച് ആദ്യം എനിക്കൊരു പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവണം. എനിക്കെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഞാൻ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്, അപ്പോൾ ഞാൻ പിന്നെ എല്ലാവരും മുമ്പിൽ അത് മറച്ചു വെച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ നമുക്ക് മടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ മടി നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യാം. The self marked by an ability to acknowledge areas of experience that had been the subject to self-criticism and rejection. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും, അത് നമ്മളെ സ്വയം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സെൽഫ് അക്സെപ്റ്റൻസിന് ഉത്തരം എഴുതി കഴിയുമ്പോൾ അടിയിൽ എഴുതുക, നമുക്ക് സ്വയം നമ്മുടെ പോരായ്മകളെയും നമ്മുടെ ബുദ്ധിമുട്ടുകളെയും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ലെവലിലേക്ക് പോസിറ്റീവായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക. 10ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ഓർ ഇൻഡിവിജ്വേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹയർ ലെവലിലേക്ക് എത്തുക എന്നുള്ളത് നമ്മുടെ ചിന്തകളൊക്കെ. മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫുൾഫില്ലിങ് പൊട്ടൻഷ്യൽ. നമ്മുടെ മൂവിങ് എന്ന് പറഞ്ഞാൽ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇൻ ദ ഡയറക്ഷൻ, ഏത് മാർഗത്തിലേക്ക്, ഏത് രൂപത്തിലേക്ക്, ഏത് സ്ഥലത്തേക്ക്, ഫുൾഫില്ലിങ് പൂർത്തീകരിച്ചുകൊണ്ട്, പൊട്ടൻഷ്യൽ നമ്മുടെ എല്ലാ കഴിവുകളും, ഓർ അച്ചീവിങ് നേടിയെടുക്കുക, ആൻഡ് ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രീവിയസ്ലി കോൺഫ്ലിക്റ്റിംഗ് പാർട്ട് ഓഫ് ദി സെൽഫ്. അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ മുമ്പ് ഒരുപാട് എന്തുണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റ് നമ്മുടെ ഉള്ളിൽ നടന്നിരുന്നു. അതിനൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു ഹയ്യർ ലെവലിലേക്ക് നമ്മൾ മാറിയെടുക്കാം നമ്മുടെ കാഴ്ചപ്പാടുകളെ. അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞു, നമ്മുടെ നമ്മൾ ഒരുപാട് ആളുകൾക്ക് സഹായിച്ചതറിഞ്ഞു, നമ്മൾ ഇത്തരത്തിൽ ഹയ്യറിലെത്തി എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് തന്നെ ഒരു യെസ് ഐ ആം ഓക്കെ എന്ന് പറയുന്ന നല്ലൊരു കൺസെപ്റ്റിലേക്ക് എത്തും. ദെൻ 11th ഏരിയ, ദ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബോധോദയം ഉണ്ടാകുമെന്നൊക്കെ പറയില്ലേ അല്ലേ, നവോത്ഥാനം ഉണ്ടാകുമെന്നൊക്കെ പറയില്ലേ. എന്ന് പറഞ്ഞാൽ അസിസ്റ്റിംഗ് ദ ക്ലൈൻറ്റിനെ അസിസ്റ്റ് ചെയ്യുക. നമ്മൾ പേഷ്യൻ്റ് എന്ന് പറയില്ല കേട്ടോ, ക്ലൈൻറ്റ് എന്ന് പറയാം. അസിസ്റ്റിംഗ് ദ ക്ലൈൻറ്റ്, വരുന്ന ആളെ നമ്മൾ അസിസ്റ്റ് ചെയ്യാം. ടു അറൈവ് ഉണ്ടാവാൻ എ ഹയ്യർ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ അവേക്കനിങ്. നമുക്കൊരു ആത്മീയമായിട്ടുള്ളൊരു അവേക്കനിങ് നമുക്ക് ഉണ്ടാവണം. ഇതിന് മതം നല്ല ഉദ്ദേശിച്ചു കേട്ടോ. നമ്മളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ ഓപ്പർച്യൂണിറ്റിയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു എന്തുണ്ടാവണം, എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, പ്രോബ്ലം സോൾവിങ്. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കണം. എങ്ങനെ പ്രോബ്ലം സോൾവിങ്? 12ാമത്തെ പോയിൻ്റ് പ്രോബ്ലം സോൾവിങ്. നമ്മുടെ ഈ ഒരു കപ്പാസിറ്റി ഇതും കൗൺസിലിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഫൈൻഡിങ് എ സൊല്യൂഷൻ ടു എ സ്പെസിഫിക് പ്രോബ്ലം. ഫൈൻഡിങ് എ സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. എന്തിന്? ഫൈൻഡിങ് എ സൊല്യൂഷൻ ടു എ സ്പെസിഫിക് പ്രോബ്ലംസ്. നമ്മൾ ഒരു പ്രത്യേക പ്രോബ്ലത്തിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാരണം കണ്ടെത്തുക. ദാറ്റ് ക്ലൈൻറ്റ് ഹാഡ് നോട്ട് ബീൻ ഏബിൾ ടു റിസോൾവ് എലോൺ. ഇപ്പോൾ ക്ലൈൻറ്റിന് ഒറ്റയ്ക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്ക് റിസോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ അവരെന്ത് ചെയ്യുക, ആ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട്, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് എത്തിക്കുക. അക്വയറിങ് എ ജനറൽ കോമ്പിറ്റൻസ് ഇൻ പ്രോബ്ലം സോൾവിങ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അയാളെ പഠിപ്പിച്ചെടുക്കും കൂടി നമ്മൾ ചെയ്യണം. ഇനി നോക്കൂ, നിങ്ങൾ ഒത്തിരി ഗോൾസ് പറയുന്നുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു 10 ഗോൾ പഠിച്ചു വെച്ചാൽ മതി. അതന്നെ നമുക്ക് വളരെയധികം വിശദീകരിച്ച് എഴുതാൻ സാധിക്കും. ഇനി മറ്റൊരു ഗോളാണ് കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻ. സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എനേബിൾ ദ ക്ലൈൻറ്റ് ടു അക്വയർ ഐഡിയാസ്. എനാബിളിംഗ് ദ ക്ലൈൻറ്റ് പറഞ്ഞാൽ ക്ലൈൻറ്റിനെ എനാബിൾ ചെയ്യുന്നത് സാധ്യമാക്കി കൊടുക്കുന്നു. ടു അക്വയർ നേടിയെടുക്കാൻ ഏരിയാസ് ഓഫ് ടെക്നിക്സ് നേടിയെടുക്കാൻ വിത്ത് വിച്ച് അണ്ടർസ്റ്റാൻഡ് ദ കൺട്രോൾ ഓഫ് ബിഹേവിയർ. അപ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ചില ആളുകൾ തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ദേഷ്യം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ കൗൺസിലിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ് പഠിപ്പിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, അക്വിസിഷൻ ഓഫ് സോഷ്യൽ സ്കില്ലുകൾ അക്വയർ ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കാം. എങ്ങനെ അക്വയറിങ് സോഷ്യൽ സ്കില്ല് ചെയ്യുക? എന്തൊക്കെ സ്കില്ലുകൾ? ലേണിംഗ് ആൻഡ് മാസ്റ്ററിങ് അല്ലേ, ലേൺ ചെയ്യുക, മാസ്റ്ററിങ് എന്തിൽ? സോഷ്യൽ ഇൻ്റർപേഴ്സണൽ സ്കിൽ. എന്താ ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലുകളാണ് നമ്മൾ എന്താ പറയുക, ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയാം കേട്ടോ. ഇനി അതിൽപ്പെട്ട ഒന്നാണ് ഐ കോണ്ടാക്ട്. എന്താ ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളുകൾ തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കി സംസാരിക്കാൻ കഴിയണം.
ടേൺ ടാക്കിംഗ് കോൺവേഴ്സേഷൻസ് അല്ലേ, സംഭാഷണങ്ങൾ നടത്തുന്ന സമയത്തുള്ള കാര്യങ്ങൾ. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ കാര്യഗൗരവത്തിൽ കാര്യത്തോട് കൂടിയിട്ട് ആരെയും ബുദ്ധിമുട്ടാക്കാതെ പറയാനുള്ള കപ്പാസിറ്റി. ഓർ ആങ്കർ കൺട്രോൾ, ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി. ഈ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യാം. ഏതിലൂടെ? കൗൺസിലിംഗ് ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കോഗ്നിറ്റീവ് ചേഞ്ച്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വാക്കർത്ഥം നിങ്ങൾക്കറിയാം. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബുദ്ധിപരമായ കാര്യങ്ങൾക്കാണ് കോഗ്നിറ്റീവ് എന്ന് പറയാം. അപ്പോൾ ബുദ്ധിയിലുള്ള കാര്യങ്ങൾ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബുദ്ധിപരമായ കാര്യങ്ങളിൽ ചേഞ്ച്. ആ ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് മോഡിഫിക്കേഷൻ, മാറ്റം വരുത്തുക, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ ഒഴിവാക്കുക ഓഫ് ഇറാഷണൽ ബിലീഫ്. ചില ആളുകൾക്ക് ഭയങ്കര ഇറാഷണലായിട്ടുള്ള ബിലീഫ് ഉണ്ടായിരിക്കും. ഓർ മാലഡാപ്റ്റീവ് തോട്ട്. ഇറാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിൽ പറയാണ്ട് കേട്ടോ. പല ആളുകളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. അപ്പോൾ അത് അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസൊക്കെ മാറ്റാനുള്ള സഹായിക്കുക. അസോസിയേറ്റ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ ഇറാഷണൽ ബിലീഫ് എന്ത് ചെയ്യും? നമ്മളെ സ്വയം നശിപ്പിക്കും. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ബുദ്ധിയിൽ അങ്ങനെ ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം എന്ന് ചുരുക്കം. ഇനി അടുത്ത 16ാമത്തെ പോയിന്റ് നോക്കി, സിസ്റ്റമാറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ സിസ്റ്റമിക് ചേഞ്ച്. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇൻട്രൊഡ്യൂസിങ് എ ചേഞ്ച് ഇൻ ടു ദ വേ ദാറ്റ് ദ സോഷ്യൽ സിസ്റ്റം. നമ്മുടെ സമൂഹത്തിൻ്റെ സിസ്റ്റം എന്താണോ ആ സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം. അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാണ്. നമ്മൾ പുതിയ പല തത്വങ്ങൾ കൊണ്ടുവരികയാണ്. പക്ഷേ ആ തത്വങ്ങളൊന്നും നമ്മളെ സൊസൈറ്റിക്കോ നമ്മളെ ഫാമിലിക്കോ അക്സെപ്റ്റബിൾ ആകുന്നില്ല. നമ്മളെ പാറ്റേൺസ്, നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈലൊന്നും അക്സെപ്റ്റ് ആകുന്നില്ലെങ്കിൽ സൊസൈറ്റിക്ക് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. നെക്സ്റ്റ് 17th പോയിൻറ്റ്, എംപവർമെൻറ്റ്. എംപവർ ചെയ്യണം. എങ്ങനെ? വർക്കിംഗ് ഓൺ സ്കിൽസ്. ഈ എംപവർമെൻറ്റും കൂടി നമ്മുടെ ലക്ഷ്യമാണ്. എങ്ങനെ എംപവർമെൻറ്റ് ലക്ഷ്യമായി മാറുക? വർക്കിംഗ് ഓൺ സ്കിൽസ്. നമ്മളെ ഓരോ സ്കില്ലിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ വരുന്ന ക്ലയൻറ്റിൻ്റെ സ്കില്ലുകൾ അതിൽ എംപവർ ചെയ്ത് കൊടുക്കുക. അവെയർനെസ് ആൻഡ് നോളജ് ദാറ്റ് വിൽ എനേബിൾ ദ ക്ലയൻറ്റ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ഹിസ് ഓർ ഓൺ ലൈഫ്. നമ്മളെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു കൺട്രോളും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ക്ലയൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കൺട്രോളും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിനെ നമ്മൾ സഹായിക്കുക. ദ ലാസ്റ്റ് 2 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കുക, ഹെൽപ്പിംഗ് ദ ക്ലയൻറ്റ് ടു മേക്ക് അമെൻസ് ഫോർ പ്രീവിയസ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽപ്പിംഗ് ദ ക്ലയൻറ്റിനെ സഹായിക്കുക ടു മേക്ക് അമെൻസ്, മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഫോർ ദ പ്രീവിയസ് ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ. മുമ്പ് നിനക്ക് സംഭവിച്ച ഡിസ്ട്രക്റ്റീവായിട്ടുള്ള പ്രശ്നപരമായിട്ടുള്ള സ്വഭാവം, ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാശം ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അയാളെ സഹായിക്കുക. 19ാമത്തെ പോയിൻറ്റോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 19 പോയിൻറ്റുകൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട്, ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചു. ഒന്ന്, ജനറേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ സ്റ്റാഗ്നേഷൻ. ജനറേറ്റിവിറ്റി എന്ന് പറയുന്ന സമയത്ത് ഇൻസ്പയറിംഗ് ദ പേഴ്സൺ എ ഡിസയർ ആൻഡ് എ കപ്പാസിറ്റി ടു കെയർ ഫോർ അതേഴ്സ് ആൻഡ് പാസ് ഓൺ നോളജ്, ജനറേറ്റിവിറ്റി ആൻഡ് ടു കോൺട്രിബ്യൂട്ട് ടു ദ കളക്റ്റീവ് ഗുഡ് ത്രൂ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി വർക്ക്സ്. ഓക്കെ, ഒന്ന് പറയുന്നത് ഇൻസ്പയറിങ് ഇൻ ദ പേഴ്സൺ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നു. എ ഡിസയർ, ഒരാഗ്രഹമാവട്ടെ. എ കപ്പാസിറ്റി ടു കെയർ ഫോർ അതേഴ്സ്, ബാക്കിയുള്ളവരെ നോക്കണം എന്നുള്ളൊരു സംഭവങ്ങൾ. ജനറേറ്റിവിറ്റി പറയുമ്പോൾ ആ ഒരു വ്യക്തിനെ കൊണ്ട് സമൂഹത്തിന് എന്ത് കിട്ടണം? ഒരു ഉപകാരം കിട്ടണം. ഓക്കെ, അങ്ങനെ നോളജും കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ടു കോൺട്രിബ്യൂട്ട് കളക്റ്റീവ് ഗുഡ് ത്രൂ പൊളിറ്റിക്കൽ എൻഗേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിറ്റി വർക്ക്. അപ്പോൾ സാമൂഹികമായിട്ട് ഇടപെട്ട് നാടിനെ നന്നാക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ത്വരയും കൂടി ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കണം? ഈ വരുന്ന ആളുകൾക്ക് ഇട്ട് കൊടുക്കുക, ക്ലയൻസിന് കൊടുക്കുക എന്നുള്ളതും കൂടി നമ്മളുടെ ലക്ഷ്യമാണ്. അപ്പോൾ 19ഓളം ലക്ഷ്യങ്ങളെക്കുറിച്ചും എയിംസിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. അതിന് നോട്ട്സും തന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എയിംസ് ആൻഡ് ഗോൾസ് ഓഫ് കൗൺസിലിംഗ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഇസ് മീ ഷാഫി കളത്തിങ്ങൽ. അപ്പോൾ ഈ വീഡിയോസ് കംപ്ലീറ്റ് കാണുക, നിങ്ങളുടെ നോട്ടും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. യു വിൽ ഡൂ ദാറ്റ്. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു.